വൈകുന്നേരം ആയപ്പോൾ ചായയുടെ കടിയൊന്നുമില്ല. അപ്പോൾ ആട്ടപ്പൊടി ഉണ്ടായിരുന്നു. ആട്ടപ്പൊടി ഇട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പൂവട ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരവിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് പൂവട ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അച്ചാണ് കേട്ടോ അത് പൂവടയിൽ എണ്ണ തേച്ചത്. ആ എണ്ണ തേക്കണം എന്തിനാ വെച്ചിട്ട് അത് പൊട്ടിപ്പിടിക്കണ്ട വിചാരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ തേങ്ങയൊക്കെ ചിരവിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പൊന്നിയാണ് കേട്ടോ അത് പരത്തുന്ന ആൾ മാവ് കുഴച്ചത്. അപ്പോൾ പരത്തി. അപ്പോൾ വീതനം വെച്ചിട്ടാണ് പരത്തിന്ന്. പിന്നെ അവിടുന്ന് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിരുന്നു നല്ല സുഖമായിട്ട് പരത്താലോ പറഞ്ഞിട്ട്. അങ്ങനെ പൊന്നു പരത്തി അച്ചു ഫില്ല് ചെയ്തു. തേങ്ങയും പഞ്ചസാര ഇട്ട് അതിൻ്റെ ഉള്ളിലിട്ടത്. അങ്ങനെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കുക പറഞ്ഞു. ദേ ഞങ്ങളെ ഇതൊക്കെ ആവിയിൽ വേവിച്ച് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഏട്ടൻ്റെ വിളിക്കണു ഞാൻ ചായയുടെ കടി വാങ്ങിയെന്നു പറഞ്ഞിട്ട്. അങ്ങനെ കട്ലേറ്റാണ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വന്നപ്പോൾ കട്ലേറ്റും മയോണീസും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കടി ഇല്ലാത്ത ഞങ്ങൾക്ക് അങ്ങനെ 2 കടിയായിരുന്നു വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂട്ടി നല്ലൊരു ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടെ കൂടൂ.